അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ തളർന്നോടുകയാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. വൈദ്യുതി സബ്സ്റ്റേഷനും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ആശുപത്രിയിലെ പല വിഭാഗത്തിന്റെയും പ്രവർത്തനം തന്നെ അവതാളത്തിലാണ്. അടിയന്തര ശസ്ത്രക്രിയകൾ പോലും നടത്താൻ കഴിയാത്ത ദയനീയ അവസ്ഥയിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. ഇപ്പോഴും മെഡിക്കൽ കോളേജ് എന്ന പേര് മാത്രമുള്ള ഒരു ആശുപത്രി. അടിയന്തര ആവശ്യങ്ങൾക്ക് ആശ്രയം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയും സ്വകാര്യ ആശുപത്രികളും. സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ പലപ്പോഴും വൈദ്യുതിയുടെ അഭാവം സൃഷ്ടിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കണമെങ്കിൽ 11 kV വൈദ്യുതി സബ്സ്റ്റേഷൻ അത്യാവശ്യമാണ്. ഈ ആവശ്യം പലപ്പോഴായി ഉന്നയിച്ചുവെങ്കിലും ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം മൂലം ആശുപത്രിയിലെ ഉപകരണങ്ങൾ തകരാറിലാകുന്നത് സ്ഥിരം സംഭവമാണ്. സുഗമമായ കറണ്ട് പ്രവാഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ചിപ്പ് കൺട്രോൾഡ് ഈ മെഷീനുകളൊക്കെ കൃത്യതയോട് പ്രവർത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകുന്നത് നമ്മുടെ ഇവിടെ സംഭവിക്കുന്ന അതാണ്. CT ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് 2 മാസമായതുള്ള 3 പ്രാവശ്യം കേടായി അത് പണി നിർത്തിവെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെയാണ് 2 മാസത്തിനിടയ്ക്ക്. അങ്ങനെയൊന്നും വരാൻ പാടില്ല. സുഗമമായിട്ടുള്ള പ്രവർത്തനം നടക്കണമെന്നുണ്ടെങ്കിൽ 11 kV സബ്സ്റ്റേഷൻ വേണം, അതിന്റെ NOC വേണം, നമുക്ക് തിയേറ്റർ കോംപ്ലക്സും ലിഫ്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടികൾ നടത്താൻ പറ്റുള്ളൂ സുഗമമായിട്ട്. ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന് ചുറ്റും ഫയർ എഞ്ചിൻ ഓടിക്കാൻ സൗകര്യം ഏർപ്പെടുത്താത്തതിനാൽ അഗ്നിശമന സേനയുടെ NOC പോലും ആശുപത്രി കെട്ടിടത്തിന് കിട്ടിയിട്ടില്ല. ആശുപത്രിയിൽ പുതിയ സ്കാനിംഗ് വിഭാഗങ്ങൾ തുടങ്ങണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനെ പിന്നോട്ട് വലിക്കുന്നു. MD കഴിഞ്ഞ ആളുകളെ നിർബന്ധിത സേവനത്തിനായി ഇവിടേക്ക് നിയമിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ വിഭാഗം നടത്തുന്നുണ്ട്. ഇത്തരത്തിലെത്തുന്നവരിലധികവും രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് സ്ഥലം മാറ്റം വാങ്ങി പോകാറാണ് പതിവ്. ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ജീവനക്കാർ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ജനം, ഇടുക്കി.